ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലുമായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഞാനിത് എൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ബൺ എടുത്തിട്ടുണ്ട്. അത് നമ്മളാണെങ്കിൽ മുടി ഇങ്ങനെ നന്നായിട്ട് കോംബ് ചെയ്തിടണം. നമ്മുടെ മുടിയിലെ ചെടയൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ചെറിയ പോർഷൻ മാത്രം ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ചീകി അതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ഭാഗം മാത്രം എടുത്താൽ മതി. അത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ആ ഒരു കുറച്ച് പോർഷന് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കുറുനരകളൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ ധൃതിക്ക് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കുന്നെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പം രണ്ടാമത്തേത് നമുക്ക് നോക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സൈഡ് വകച്ചിൽ കണക്ക് എടുത്തിട്ടുണ്ട്. സൈഡ് വകച്ചിലായിട്ട് എടുത്തിട്ട് അതും ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കുറച്ചിങ്ങനെ ചീകിയിട്ട് സൈഡിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോന്നിങ്ങനെ വിട്ട് ട്വിസ്റ്റ് ചെയ്യുമല്ല, അല്ലാതെ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലൊരു ടിക് ടിക് പിന്നില്ലേ, അത് തലയിൽ കുത്തുന്നത്, അത് വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അത് ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇച്ചിരി ഒന്ന് ലൂസായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ടിലോട്ട് ചെറിയ രീതിയിലൊരു പുഷ് ചെയ്തിട്ട് അതൊന്ന് ബാക്കി കൊണ്ടുവന്നൊന്ന് ടിക് പിന്ന് വെച്ചിട്ട് അങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റേ അതേ കണക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഒരു ഹെയർ ബാൻഡോ ക്ലിപ്പോ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ബാക്കിലത്തെ മുടിയിൽ ഇങ്ങനെ ഒന്നിച്ച് ഇട്ടിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് വെക്കാവുന്നുണ്ടെങ്കിൽ അതും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അതും നല്ല ഇതാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കെട്ടി വെച്ചേക്കുന്ന ആ ഒരു ഇത് അഴിക്കാതെ തന്നെ നമുക്ക് മുടി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്തെ സൈഡിലോട്ടും വെച്ചിട്ട് വീണ്ടും അതിൻ്റെ താഴെ ഇങ്ങനെ ഈ അരിപ്പിന്നലൊക്കെ പിന്നത്തില്ലേ, അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ഒരു പകുതി വരെ അങ്ങനെ ചെയ്തിട്ട് അവിടെ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ബാൻഡോ ഇട്ട് കൊടുക്കാമെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അതും സിമ്പിളായിട്ട് ചെയ്യാവുന്ന, നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങുമ്പം സിമ്പിളായിട്ട് ചെയ്യാവുന്ന. ഞാൻ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതേപോലെ തന്നെ ഞാനിതിലുള്ള ഏത് ഹെയർ സ്റ്റൈലാണ് എനിക്ക് ചേരുന്നത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഞാനാണെങ്കിൽ നടുക്കൂടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് അത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചീകിയിട്ട് നമ്മുടെ ആ ചെവിയുടെ ഭാഗത്തിൻ്റെ അവിടെ വരെ ഇങ്ങനെ ചീകിയിട്ട് ചെവിയുടെ ബാക്കിൽ നിന്നും കുറച്ച് പോർഷൻ മുടി എടുത്തിട്ട് നമ്മൾ ആദ്യം ചീകി പിടിച്ച് കൈ വെച്ചേക്കുന്ന മുടി ഉണ്ടല്ലോ, ആ മുടി അങ്ങ് വിടണം. എന്നിട്ട് ഈ മുടി എടുത്തിട്ട് ഒരു മറ്റേ പിന്നി ഇടുകയോ അല്ലെങ്കിൽ ഒന്നിൽ നമ്മുടെ ഈ ടിക് ടാക്ക് പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക, അങ്ങനെ ചെയ്യാം. അതും രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതും ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽസൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടിയ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റേതായ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസാണ് ഞാൻ ഈ കാണിക്കുന്നത്. അവിടെ നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ അതും ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കരുത്. ഇച്ചിരി ഒന്ന് ലൂസാക്കിയിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കി കൊടുക്കാം. രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് സ്പ്രിങ്ങൊക്കെ ഇങ്ങനെ പിടിച്ചിടാമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പുരികം ഉണ്ടല്ലോ, രണ്ട് പുരികത്തിൻ്റെയും നടുക്കു നിന്ന് ഇങ്ങനെ വിരൽ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കുറച്ച് മുടി നമ്മളിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു പഫ് കണക്കാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് പഫ് കണക്കാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടിക് പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട്
എന്നിട്ട് നമ്മുടെ ബാക്കിലുള്ള മുടിയെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് ഒരു ക്ലിപ്പെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മുടിയെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു പോണിറ്റെയിൽ പോലെ കെട്ടുന്ന രീതിയിൽ അങ്ങനാക്കി കെട്ടി കൊടുക്കുക. അങ്ങനാക്കി മുകളിലോട്ടാക്കി ആ ഒരു ക്ലിപ്പ് പോണിറ്റെയിലൊക്കെ കെട്ടുന്ന രീതിയിലുള്ള ക്ലിപ്പ് പോലുള്ള അത് വെച്ച് ഇങ്ങനെ പിടിച്ച് കുത്തിയെങ്കിലേ ആ ഒരു ഭംഗി വരത്തുള്ളൂ. അല്ലാതെ ഹെയർ ബാൻഡ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി വരത്തില്ല. എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് 1-2 മുടികളൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രിങ് പോണക്കൊക്കെ ഒന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാനത് വീട്ടിൽ നിൽക്കുമ്പോഴും മിക്കപ്പോഴും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴിങ്ങനെ മുടി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാവുന്നുണ്ടെങ്കിൽ മുടിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ടൊക്കെ മുടി അങ്ങനെ ഒന്ന് ഒതുങ്ങിയിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ് അടുത്തത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുടിയെല്ലാം നല്ലതുപോലെ വീണ്ടും നമ്മൾ നന്നായിട്ട് ചീകിയിട്ട് നന്നായിട്ട് മുകളിലോട്ട് വെച്ച് നല്ല പോണിറ്റെയിൽ കെട്ടുന്ന പോലെ നന്നായിട്ട് പൊക്കി വെച്ച് കെട്ടണം. എത്രത്തോളം നമ്മൾ മുടി ഉയർത്തി വെച്ച് പൊക്കി നല്ല ഉയരത്തിൽ പോണിറ്റെയിൽ കെട്ടുന്നോ അത്രയും ഭംഗിയായിട്ടിരിക്കും അവസാനം നമ്മളുടെ ആ മുടി ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ലാസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് ഉയരത്തി വെച്ച് കെട്ടണം. ഞാൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഇച്ചിരി താഴോട്ട് വന്നായിരുന്നു. പിന്നെ നമുക്ക് മുടിയുടെ തുമ്പത്തു നിന്ന് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ചുരുട്ടി നല്ലതുപോലെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ മുടി നമ്മൾ പോണിറ്റെയിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നമുക്ക് റൗണ്ടായിട്ട് ഈ ചുരുട്ടി കൊണ്ടുവന്നേക്കുന്ന മുടി റൗണ്ടായിട്ടങ്ങ് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ടിക് ടാക്കിൻ്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്കത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ 2 സൈഡിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ എടുത്തിടാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പോകാനും ഒരു മോഡേണായിട്ട് ഒരുങ്ങാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു ലാസ്റ്റ് കാണിച്ചേക്കുന്ന ഹെയർ സ്റ്റൈൽ ചെയ്യാമെങ്കിൽ അത് നല്ലതായിരിക്കും ജീൻസിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ കൂടെ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ ഹെയർ സ്റ്റൈൽസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതിലേത് ഹെയർ സ്റ്റൈലാണ് എനിക്ക് ചേരുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.